കടുത്തുരുത്തിയിൽ ജോസ് കെ മാണിയുടെ മത്സര സാധ്യത തള്ളാതെ മന്ത്രി റോഷി അഗസ്റ്റിൻ. കടുത്തുരുത്തിയും പാലായും കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ജോസ് കെ മാണി എവിടെ മത്സരിക്കണമെന്ന് പാർട്ടിയും ചെയർമാനും തീരുമാനിക്കുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പാർട്ടി ചെയർമാൻ ശക്തമാകേണ്ടതും ശക്തമാകുന്നതും പാലായെ നിലനിർത്തുന്നതും സ്വാഭാവികമായും മാണി സാറിന്റെ ഓർമ്മകളിൽ പാലായിൽ ഇന്നും ജോസ് കെ മാണിയുടെ പേരുണ്ടാവും. പാലായിൽ ജോസ് കെ മാണി അജീയമായ നേതൃത്വ സ്ഥാനത്ത് വന്ന് പാലായും അതോടൊപ്പം കടുത്തുരുത്തി കോൺസ്റ്റിറ്റ്യുവൻസിയും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശക്തമായ രണ്ട് കോട്ടകളാണ്. അല്ല, കേരള കോൺഗ്രസിൽ ഏത് സ്ഥാനാർത്ഥി എവിടെ മത്സരിക്കും എന്നുള്ളത് തീരുമാനിക്കേണ്ട ആളല്ല ചെയർമാൻ. റോഷി എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ആ പാർട്ടി തീരുമാനം പറയുന്നത് ആരാ? പാർട്ടി ചെയർമാൻ. അതുകൊണ്ട് അദ്ദേഹം എവിടെ മത്സരിക്കുമെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. സജോ ദേവസ്യ നമുക്കൊപ്പം എത്തുന്നു. സജോ ദേവസ്യ, കടുത്തുരുത്തി ജോസ് കെ മാണി ഉറപ്പിച്ചുവെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്നത്. അതിപ്പോൾ തള്ളാതെ റോഷി അഗസ്റ്റിനും വരുമ്പോൾ പാർട്ടി ചെയർമാൻ തീരുമാനിക്കുമ്പോൾ അവിടെ സജീവമായി നിൽക്കുന്ന ജോസ് കെ മാണി അല്ലാതെ പിന്നെ ആര്? സുജയ, ഉറപ്പായും അതായത് പാർട്ടി ചെയർമാന് സുരക്ഷിതമായ ഒരു മണ്ഡലം തേടുകയാണ് കുറച്ച് നാളുകളായി കേരള കോൺഗ്രസ് എം. അതിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനവുമാണ്. അതുകൊണ്ട് പാലായേക്കാൾ കടുത്തുരുത്തിയാണ് സുരക്ഷിതം എന്നൊരു വിലയിരുത്തൽ കേരള കോൺഗ്രസിനകത്ത് തന്നെ ആഭ്യന്തരമായുണ്ട്. പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിക്കും ഇതേ അഭിപ്രായമുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ പാലായുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് പറയുക എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിയോഗിക്കണമെങ്കിൽ അവിടെയും ശക്തമായ മത്സരത്തിന് തന്നെ കളത്തിൽ ഇറങ്ങുകയും വേണം. സ്വാഭാവികമായും കടുത്തുരുത്തിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ ചർച്ചകൾ സംബന്ധിച്ചുള്ള ആശങ്കയും ആ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതായത് പാലായിലാണോ ജോസ് കെ മാണി മത്സരിക്കുക, അതല്ല കടുത്തുരുത്തിയിലാണോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഈ മറുപടി പറയുന്നത്. രണ്ടും പാർട്ടിയുടെ കോട്ടകളാണ്, രണ്ടിടത്തും അജയ്യമായ ശക്തിയാണ്. അവിടെ പാർട്ടി ചെയർമാനും പാർട്ടിയും ഒക്കെ ചേർന്ന് തീരുമാനമെടുക്കും എന്ന് വെച്ചാൽ കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി മത്സരിക്കാനുള്ള ഒരു സാധ്യത പാർട്ടി വൃത്തങ്ങൾ നേരത്തെ തന്നെ പങ്കുവച്ചതാണ്. പാലായിലും കടുത്തുരുത്തിയും കേന്ദ്രീകരിച്ച് സജീവ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവർ ആവിഷ്കരിക്കുകയും വലിയ സംഗമങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പാലായിലേത് പൂർത്തിയായി കടുത്തുരുത്തി കേന്ദ്രീകരിച്ചും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോസ് കെ മാണി മണ്ഡലം മാറി കടുത്തുരുത്തിയിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നു എന്നതുകൂടി കാണണം. ആ സാധ്യത റോഷി അഗസ്റ്റിൻ തള്ളുന്നില്ല, പകരം അതിന് വളരെ ഡിപ്ലോമാറ്റിക്കായ ഒരു മറുപടി പറയുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സുജയ. ഓക്കെ സജോ ദേവസ്യ, ജോസ് കെ മാണി അപ്പോൾ കടുത്തുരുത്തി ഉറപ്പിച്ചോ? അതാണ് അറിയേണ്ടത്. സാധ്യത തള്ളുന്നില്ല മന്ത്രി റോഷി അഗസ്റ്റിൻ. CPIയുടെ വിമർശനത്തിൽ മറുപടിയും മന്ത്രി റോഷി അഗസ്റ്റിൻ എന്ന് പറഞ്ഞു. ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനം ഒട്ടും ചെറുതല്ല. തെരഞ്ഞെടുപ്പുകളിൽ ഇക്കാര്യം വ്യക്തമായതാണ്. CPIയുടെ വിമർശനം ഗൗരവത്തിലുള്ളതല്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. UDF മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും കേരള കോൺഗ്രസ് എമ്മിനെ UDF എന്തിന് പുറന്തള്ളിയെന്നത് ഇനിയും മനസ്സിലായിട്ടില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസിന് ഉള്ള സ്പേസ് ഒരിക്കലും ചെറുതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ എത്രയോ വോട്ട് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പാലായിലും കടുത്തുരുത്തിയിലും മറ്റു ചില വിമർശനങ്ങൾക്കൊന്നും ഇടയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ കാരണം അങ്ങനെ ഒരു തോന്നലുണ്ടായത് വളരെ നന്നായി. കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയൊരു പാർട്ടിയല്ല. കേരള കോൺഗ്രസിനെ എന്തിനാണ് മുന്നണിയിൽ തുടരാൻ അർഹതയില്ല എന്ന് വാക്കുപയോഗിച്ച് പുറന്തള്ളിയത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഗവേഷണവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പഠനങ്ങളും നടത്തിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സജോ ദേവസ്യയും കെ അഖിലും ചേരുന്നു നമുക്കൊപ്പം. ആദ്യം സജോ ദേവസ്യയിലേക്ക്. സജോ ദേവസ്യ, റോഷി അഗസ്റ്റിൻ കൃത്യമായി കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നത് വിളിച്ചു പറയുകയാണ്. അത് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വിഹിതമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു മറുപടിയാകുമ്പോൾ ഞങ്ങളെ അങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല, ഞങ്ങൾക്ക് അപ്പുറത്തും ക്ഷണമുണ്ട് എന്ന ഒരു സൂചന കൂടിയല്ലേ അത്? സുജയ, റോഷി അഗസ്റ്റിന്റെ മറുപടിക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് CPIക്കുള്ള മറുപടി, മറ്റൊന്ന് UDF പ്രവേശന സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി. ഇവ രണ്ടും ചേർത്ത് വായിക്കണം. അതിൽ തന്നെ അവർ പറയുന്നത് വലിയ കരുത്തുണ്ട്. LDFനെ ശക്തിപ്പെടുത്താൻ കേരള കോൺഗ്രസ് എമ്മിന്റെ വരവിന് കഴിഞ്ഞു. അത് വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്താൽ അത് UDF തരംഗത്തിലുണ്ടായ ഒരു തിരിച്ചടി എന്നതിനെ അപ്പുറത്ത് വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. CPIയെ ഒരു മുന്നണിയിൽ നിൽക്കുന്ന മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് തന്നെ മറ്റ് ഘടകകക്ഷികളെയൊന്നും പേരെടുത്ത് വിമർശിക്കാൻ തങ്ങളില്ല എന്നതിൽ തന്നെ വരികൾക്കിടയിൽ വായിച്ചാൽ മതി. പാർട്ടി സമ്മേളനത്തിനിടയിൽ നടക്കുന്ന വിമർശനം എന്ന നിലയ്ക്ക് ഗൗരവം കണക്കാക്കേണ്ടതേ ഇല്ല എന്നതാണ്. എന്ന് മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി LDFനെ അതിന്റെ ബഹുജന അടിത്തറ വിപുലപ്പെടുത്തുന്നതിൽ സഹായകരമായി മാറി എന്ന് പറയുന്നതോടൊപ്പം UDF പ്രവേശന സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് എന്തിനാണ് CPIക്ക് എന്താണ് പറയാനുള്ളത്? അഖിൽ.
ഇതത്ര ചെറിയ വിമർശനമായി കരുതേണ്ടതില്ല സുജയ. കാരണം ഇതിൽ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഈ പ്രമേയത്തിൽ ആദ്യം ഈ വിമർശനം ഉന്നയിക്കുന്നത്. വേണ്ടത്ര പ്രാധാന്യം അല്ലെങ്കിൽ മുന്നിലേക്ക് എത്തിയതുകൊണ്ട് കാര്യമായ ഗുണമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമുള്ള തുടർ ചർച്ചകളിലും ഒപ്പം തന്നെ റിപ്പോർട്ടിലും കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല, വോട്ടുകളൊന്നും വന്നില്ല. അതായത് നേതാക്കൾ വന്നതൊഴിച്ചാൽ പ്രവർത്തകർ എത്തുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തകർ ഇപ്പോൾ UDF മനസ്സാണ് എന്നുള്ളതാണ് ഈ CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ വിമർശനത്തിൽ പറയുന്നത്. അത് CPI സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുകയും ചെയ്തൊരു കാര്യമാണ് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ഇതിന്മേലുള്ള ചർച്ചയിൽ വലിയ രീതിയിൽ വിമർശനം പല ഭാഗത്തും ഉണ്ടായി. അതായത് ഈ CPM ഇത്തരത്തിൽ ഈ കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവന്നത് CPIയെ ചവിട്ടി താഴ്ത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവന്നെന്നുള്ള വിമർശനമടക്കം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇതത്ര നിസ്സാര വിമർശനമായി കാണേണ്ടതില്ല. കൃത്യമായി തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് മുന്നണിയിലേക്ക് വന്നതിൽ കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് CPIയുടെ കോട്ടയം ജില്ലാ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. ആ കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുന്നു. തുടർന്നുള്ള വിമർശനത്തിൽ ശക്തമായ വിമർശനം കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം സജോ ദേവസ്യയും UDF മുന്നണിയിലേക്ക് ഒരു പോക്ക് അത് ആലോചിക്കുന്നുണ്ടോ കേരള കോൺഗ്രസ്? ഉത്തരം പറയേണ്ടത് ചെയർമാനാണ്, ജോസ് കെ മാണിയാണ്. നമുക്ക് എന്തായാലും ആ പ്രതികരണം വരുന്നത് വരെ കാത്തിരിക്കാം.